ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ ആരോഗ്യക്ഷേമ പദ്ധതികളാണ്. അപ്പോൾ അതിൽ നമുക്ക് ലാസ്റ്റ് ഭാഗം എന്ന നിലയിൽ ആരോഗ്യക്ഷേമ പദ്ധതികളും കൂടി നോക്കിയതിന് ശേഷം നമുക്ക് എക്സാമിന് പോകാം. ആദ്യം ഞാൻ ആരോഗ്യക്ഷേമ പദ്ധതികളുടെ പേരുകൾ പറഞ്ഞു പോകാം. അതിനുശേഷം പരമാവധി ചെറിയ രീതിയിൽ അതിനെ ഒന്ന് വിശദീകരിച്ച് തരാം. ഓക്കെ, ആദ്യം നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആരോഗ്യക്ഷേമ പദ്ധതികൾ പറയാം. പിന്നെ ഞാനിത് സ്ത്രീകളുടെ, കുട്ടികളുടെ, വൃദ്ധജനങ്ങളുടെ, അങ്ങനെ ഓരോരുത്തരുടെ ക്ഷേമ പദ്ധതികൾ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആരോഗ്യക്ഷേമ പദ്ധതികളെല്ലാം തന്നെ ഞാൻ ഏതിൽ പറഞ്ഞിട്ടുണ്ട്? വനിതാ കമ്മീഷൻ, പിന്നെ ബാലാവകാശ കമ്മീഷൻ, അതുപോലെ ഉള്ള കമ്മീഷനുകളിൽ ഞാൻ ഇവരുടെ അതാത് ആൾക്കാരുടെ ആരോഗ്യക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നോക്കാം. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആരോഗ്യ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞു പോകാം. അതിൽ കേന്ദ്ര പദ്ധതി ഏതാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളത്? പ്രധാനമന്ത്രി മാതൃവന്ദന യോജന 2017 പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയും, രണ്ടാമത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നത് 2012 ജനുവരി 12 പദ്ധതിയും. പിന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണ്? മാംഗല്യം പദ്ധതി, മാംഗല്യ സമുന്നതി എന്നിവയും. പിന്നെ ജന്മരക്ഷാ പദ്ധതി, സ്വാശ്രയ പദ്ധതി, ആശ്വാസനിധി, സഹായഹസ്തം, മഹിളാശക്തി, ശരണ്യ, നിർഭയ പദ്ധതി, അഭയകിരണം പദ്ധതി, കാതോർത്ത് പദ്ധതി, വൺ ഡേ ഹോം, സ്നേഹസ്പർശം, അതിജീവിത, സഖി സ്റ്റോപ്പ് സെന്റർ, പടവുകൾ, എൻ്റെ കൂട്, സാന്ത്വനം, കെപ്കോ ആശ്രയ, നഗരപ്രിയ, വനിതാമിത്രം, ഉജ്ജ്വല ഹോം, ലീഗൽ സെൽ, സ്നേഹയാനം, എൻട്രി ഹോമുകൾ, ആശ്വാസനിധി, നിഴൽ പദ്ധതി, മാതൃജ്യോതി പദ്ധതി, CPAT പദ്ധതി, പരിണയം പദ്ധതി, സ്വാശ്രയ പദ്ധതി, മാർജിൻ മണി ഗ്രാൻഡ്, അമ്മയും കുഞ്ഞും പദ്ധതി. പിന്നീട് ഈ പദ്ധതികൾ ഈ ക്ലാസ് തീരുമ്പോഴത്തേനും 1, 2, 3 തവണ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഉപദ്രവം ഉണ്ടാവില്ല. അതൊന്നുകൂടി പഠിക്കാൻ ഉപകാരം മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ഷമയോടെ കേട്ടിരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. എന്നാണ് പ്രധാനമന്ത്രി മാതൃവന്ദന പദ്ധതി എന്ന് പറയുന്നത്? അത് 2017 ജനുവരി മുതൽ പദ്ധതി നടപ്പിലാക്കിയതാണെന്ന് പറഞ്ഞു. ഓക്കെ, മാതൃവന്ദന അതിൽ നിന്നേ നമുക്കറിയാം അത് അമ്മമാർക്കുള്ള പദ്ധതിയാണെന്ന്. അതായത് ഗർഭിണികളായ സ്ത്രീകളുടെയും മൂലയൂട്ടുന്ന അമ്മമാരുടെയും പോഷക നിലവാരം ഉയർത്തുക, ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്നിവയാണ് പ്രധാനമന്ത്രി മാതൃവന്ദനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്താണ്? അതിൽ തന്നെ ഉണ്ട് പഠാവോ, അതായത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. നമുക്ക് പരമാവധി പേരുകളിൽ നിന്ന് ഉത്തരം കിട്ടും. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞ മാംഗല്യ പദ്ധതി എന്തിനാണ് വരുന്നത്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിധവകൾ, നിയമപരമായ വിവാഹബന്ധം വേർപെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് മാംഗല്യ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ മാംഗല്യ സമുന്നതി എന്ന് പറയുന്നത് എന്താണ്? മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്ക് വിവാഹാവശ്യത്തിനായി 1 ലക്ഷം രൂപ വരെയുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാംഗല്യ സമുന്നതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വിഭാഗങ്ങളെ മുന്നോക്ക വിഭാഗം, പിന്നോക്ക വിഭാഗം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പിന്നോക്ക വിഭാഗത്തിൽ തന്നെ വളരെ ഉയർന്നു നിൽക്കുന്നവരുണ്ടാവും, മുന്നോക്ക വിഭാഗത്തിൽ തന്നെ വളരെ താഴ്ന്നു നിൽക്കുന്നവരും ഉണ്ടാവും. അങ്ങനെ മുന്നോക്ക വിഭാഗത്തിൽ താഴ്ന്നു നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മാംഗല്യ സമുന്നതി എന്ന് പറയുന്നത്. ഓക്കെ, ആശ്വാസനിധി എന്താണ്? അക്രമങ്ങൾ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും ശാരീരികവും മാനസികവുമായുള്ള ചികിത്സയ്ക്കും അടിയന്തര ധനസഹായം എന്ന നിലയിൽ ആരംഭിക്കപ്പെട്ട പദ്ധതിയാണ്. 50,000 രൂപ വരെ സഹായധനമായി നൽകുന്ന പദ്ധതിയാണ് എന്ത് പദ്ധതി എന്ന് പറയുന്നത്? ആശ്വാസനിധി എന്ന് പറയുന്നത്. അവർക്ക് കിട്ടുന്ന ആശ്വാസനിധി എന്ന് പറയുന്നത്. സഹായഹസ്തം എന്ന് പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്താൻ ഒറ്റത്തവണ സഹായമായി 30,000 രൂപ അനുവദിക്കുന്ന പദ്ധതിയാണ് സഹായഹസ്തം എന്ന് പറയുന്നത്. അഭയകിരണം എന്നതാണ്. നമ്മൾ അഭയം തേടുക എവിടെയാണ്? ഒരു വീടുകളിലല്ലേ. അതുപോലെ സ്വന്തമായി വീടോ സ്ഥിര വരുമാനമോ ഇല്ലാത്ത, അഭയമില്ലാതെ കഴിയുന്ന വിധവകൾ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചവർ, ഭർത്താവ് ഉപേക്ഷിച്ചവർ, അങ്ങനെയുള്ളവരെ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഈ അഭയകിരണം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് മാസം 1000 രൂപ സഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. കാതോർത്ത് പദ്ധതി എന്താണ്? ഇത് വനിതാ ശിശു വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന മഹിളാ ശക്തി കേന്ദ്ര പദ്ധതിയാണ്. ശക്തി കേന്ദ്ര പദ്ധതിയുടെ കീഴിൽ ജില്ലാ തലത്തിൽ
ഡിസ്ട്രിക്ട് ലെവൽ സെൻറ്റർ ഫോർ വുമൺ രൂപീകരിച്ചിട്ടുണ്ട്. അതായത് വനിതാ ശിശു വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത് കാതോർത്ത് പദ്ധതി എന്ന് പറയുന്നത്. കാതോർത്ത് പദ്ധതി എന്ന് പറയുന്നത് കേരള മുഖ്യമന്ത്രിയുടെ 10 പരിപാടികളുടെ ഭാഗമായി സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ നൽകുന്നതാണ് കാതോർത്ത് പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ മാംഗല്യം പറഞ്ഞു. മഹിളാ ശാക്തീകരണം എന്താണ്? ഗ്രാമീണ വനിതകൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം, സാങ്കേതിക പരിജ്ഞാനം, പോഷകാഹാരം, ആരോഗ്യ പദ്ധതി എന്നീ സേവനങ്ങൾ ലഭ്യമാക്കി വനിതകളെ ശാക്തീകരിക്കുക, അതായത് ശക്തിയാക്കുക എന്നതാണ് മഹിളാ ശക്തി എന്നിവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിർഭയ പറഞ്ഞാൽ എന്താണ്? വനിതകളുടെയും കുട്ടികളുടെയും നേരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്ന പദ്ധതിയാണ് നിർഭയ. നമുക്ക് ആ പേര് കേട്ടാലേ അതറിയാൻ പറ്റും. ശരണ്യ പദ്ധതി എന്നാണ്? സംസ്ഥാനത്തെ ഏറ്റവും പിന്നോക്കം വേർതിരിക്കപ്പെട്ടതുമായ സ്ത്രീകളെ ഉയർത്തുന്നതിന് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ശരണ്യ പദ്ധതി എന്ന് പറയുന്നത്. വൺ ഡേ ഹോം എന്ന് പറയുന്നത് എന്താണ്? പെട്ടെന്ന് ഒരു ആവശ്യത്തിനായിട്ട് ഒരു ഭാഗങ്ങളിലേക്ക്, തലസ്ഥാന നഗരിയിലേക്കൊക്കെ എത്തുന്ന സ്ത്രീകൾ, പെൺകുട്ടികൾ, അമ്മമാരോടൊപ്പം 12 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ എന്നിവർക്ക് താമസിക്കാൻ വേണ്ടി തിരുവനന്തപുരം തമ്പാനൂർ KSRTC ടെർമിനൽ സ്റ്റേഷനിലുള്ള കെട്ടിട സമുച്ചയത്തിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷിത താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഒരു ഏകദിനം വൺ ഡേ ഹോം പദ്ധതിയാണ്. ഇവർക്ക് സുരക്ഷിതമായി താമസിക്കാനുള്ള പദ്ധതിയാണ്. സ്നേഹസ്പർശം എന്ന് പറയുന്നത് എന്താണ്? അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നിരക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം എന്ന് പറയുന്നത്. അതിജീവിത പറഞ്ഞാൽ നമുക്കറിയാലേ, സ്ത്രീകൾക്ക് ഗൃഹനാഥരായിട്ടുള്ള വീടുകളിൽ അവിചാരിതമായി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ സ്ത്രീകളാണ് വീട് നോക്കി നടത്തുന്നവർക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ പരമാവധി 50,000 രൂപ വരെ ഒറ്റത്തവണ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സഖി വൺ സ്റ്റോപ്പ് സെന്റർ. സഖി വൺ സ്റ്റോപ്പ് സെന്റർ പറഞ്ഞാൽ എന്താണ്? പൊതു സ്വകാര്യ ഇടങ്ങളിൽ സ്ത്രീകൾക്കും പീഡനത്തിനിരയാക്കപ്പെട്ട കുട്ടികൾക്കും പിന്തുണയും പരിഹാരവും നൽകുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളാണ് സഖി വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്നത്. പടവുകൾ എന്ന വിധവകളായ സ്ത്രീകളുടെ കുട്ടികൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസം നൽകുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് പടവുകൾ. എൻ്റെ കൂട് പറഞ്ഞാൽ എന്താണ്? രാത്രികാലങ്ങളിൽ നമ്മൾ വൺ ഡേ ഹോം പറഞ്ഞ പോലെ തന്നെ രാത്രികാലങ്ങളിൽ നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി താമസിക്കാനുള്ള ഒരു കേന്ദ്രമാണ് എൻ്റെ കൂട്. സ്വാശ്രയ പദ്ധതി പറഞ്ഞാൽ ഭർത്താവ് മരിച്ചതോ ഉപേക്ഷിച്ചതോ തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന മക്കളെയോ അങ്ങനെ മക്കളുള്ളവർക്ക്, അതും BPL കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ധനസഹായ പദ്ധതിയാണ്. ജനനി ജന്മരക്ഷ പറഞ്ഞാൽ പട്ടികവർഗത്തിൽപ്പെട്ട അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരം വാങ്ങിക്കഴിക്കാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? സാന്ത്വനം പറയുന്നത് എന്താണ്? ആരോഗ്യ പരിപാലന രംഗത്ത് കുടുംബശ്രീ മുഖാന്തരം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി എന്ന് പറയുന്നത്. ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിയാനായി വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുകയും അതുവഴി സ്ത്രീകളെ ഉപജീവനത്തിനുള്ള അവസരമാക്കി മാറ്റാനും സാന്ത്വനം പദ്ധതിയിലൂടെ കഴിയുന്നു. അതും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതി തന്നെയാണ് സാന്ത്വനം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ സാന്ത്വനം പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ശരിക്കും എന്താണ്? ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിയാൻ വീട്ടിലെത്തി രക്തപരിശോധന ഉൾപ്പെടെ ചെയ്യുന്ന പദ്ധതിയാണ് സാന്ത്വനം എന്ന് പറയുന്നത്. പ്രത്യാശ പറയുന്നത് എന്താണ്? സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്ര ജനവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തൊഴിലവസരം സൃഷ്ടിക്കുകയും സാമ്പത്തിക സ്വാശ്രയത്വം ഉണ്ടാക്കുകയുമാണ് പ്രത്യാശ പദ്ധതി എന്ന് പറയുന്നത്. കെപ്കോ ആശ്രയ പറയുന്നത് എന്താണ്? കോഴി വളർത്തൽ മേഖലയിൽ സമഗ്ര വികസനം, നവീകരണം എന്നിവയിലൂടെ കോഴിയിറച്ചി, മുട്ട എന്നിവയുടെ ഉൽപാദനത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സംസ്ഥാന സർക്കാർ സംരംഭമാണ് കെപ്കോ ആശ്രയ എന്ന് പറയുന്നത്. നഗരപ്രിയ വനിതാമിത്രം പറയുന്നതും ഇതുപോലെയുള്ള പദ്ധതി തന്നെയാണ്. നഗരങ്ങളിലെ മുട്ടയുൽപാദനം വർദ്ധിപ്പിക്കാനും മാലിന്യങ്ങളുടെ സുഗമമായ നിർമ്മാർജ്ജനത്തിന് വഴിയൊരുക്കി നഗരവാസികളായ സ്ത്രീകളെ ലക്ഷ്യമിട്ട് കെപ്കോ നടത്തുന്ന പദ്ധതിയാണ് നഗരപ്രിയ എന്ന് പറയുന്നത്. അപ്പോൾ വനിതാ മിത്രം എന്താണ്? കുടുംബശ്രീ യൂണിറ്റുകളിലെ അംഗങ്ങൾക്കായി നടപ്പിലാക്കുന്ന കെപ്കോ പദ്ധതിയാണ് വനിതാ മിത്രം എന്ന് പറയുന്നത്. അടുത്തത് ഉജ്ജ്വല ഹോം പറഞ്ഞാൽ എന്താണ്? ലൈംഗിക ചൂഷണം തടയുക, ചൂഷണത്തിനിരയായവരെ മോചിപ്പിക്കുക, അവരെ പുനരധിവസിപ്പിക്കുക, പുനരേകീകരിക്കുക, സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഇതിനു വേണ്ടി അംഗീകരിച്ച സംഘടനകളുണ്ടാവും. അവർക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ഉജ്ജ്വല പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ലീഗൽ സെൽ.
പോസ്കോ അതിജീവിതകൾക്ക് നീതി ഉറപ്പാക്കാനും സംരക്ഷണം നൽകാനുമുള്ള സ്റ്റേറ്റ് നിർഭയ സെല്ലിന്റെ നിയമ നടപടികൾ ഏകോപിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ലീഗൽ സെൽ എന്ന് പറയുന്നത്. സ്നേഹയാനം പറഞ്ഞാൽ എന്താണ്? ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഇങ്ങനെയുള്ള ആൾക്കാരുടെ അമ്മമാർക്ക് ഉപജീവനം ഉറപ്പിക്കാനായിട്ട് എന്ത് നൽകുന്നതാണ്? സ്നേഹയാനമാണ്. അതായത് നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് വണ്ടി നൽകുക. എന്ത് വണ്ടിയാണ് നൽകുന്നത്? ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം എന്ന് പറയുന്നത്. എൻട്രി ഹോമുകൾ പറഞ്ഞാൽ എന്താണ്? പോസ്കോ അതിജീവിതരായ പെൺകുട്ടികൾക്ക് സുരക്ഷാ അഭയകേന്ദ്രം എന്ന നിലയിൽ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നവയാണ് എൻട്രി ഹോമുകൾ എന്ന് പറയുന്നത്. ആശ്വാസ നിധി എന്ന് പറഞ്ഞാലോ ലൈംഗികാതിക്രമം, ആസിഡാക്രമണം, ഗാർഹിക പീഡനം എന്നിവ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര സഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ നിധി എന്ന് പറയുന്നത്. നിഴൽ പദ്ധതി എന്ന് പറഞ്ഞാൽ, നിഴൽ പറഞ്ഞാൽ നമുക്കറിയാം രാത്രി കാലങ്ങളിൽ പൊതു ഇടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് നിഴൽ പദ്ധതി എന്ന് പറയുന്നത്. മാതൃജ്യോതി പറഞ്ഞാൽ എന്താണ്? മാതൃജ്യോതി അമ്മയാണ് എന്ന് മനസ്സിലാക്കാലോ. അപ്പൊ എങ്ങനത്തെ അമ്മമാർക്കാണ്? ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് കുഞ്ഞിന് 2 വയസ്സ് തികയുന്നവരെ 2000 രൂപ നൽകുന്നതാണ് മാതൃജ്യോതി പദ്ധതി എന്ന് പറയുന്നത്. പാഡ് പദ്ധതി പറഞ്ഞാൽ പാഡ് പദ്ധതിയാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അത് എവിടെയാണ്? സ്കൂൾ വിദ്യാർത്ഥികളിൽ ഈ ആർത്തവ സംബന്ധമായ അവബോധം വളർത്തുന്നതിനും ആർത്തവ ദിനങ്ങൾ സുരക്ഷിതമാക്കുന്നതിനുമായി വനിതാ വികസന കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന പദ്ധതിയാണ് പാഡ് പദ്ധതി എന്ന് പറയുന്നത്. പരിണയം പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? പരിണയം പദ്ധതി പറഞ്ഞാൽ ഭിന്നശേഷിയുള്ള വനിതകൾക്കും ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും നിയമാനുസൃത വിവാഹം നടത്താനുള്ള ചെലവിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം പദ്ധതി എന്ന് പറയുന്നത്. ഭിന്നശേഷിയുള്ള വനിതകൾക്കും ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും വിവാഹം നടത്താൻ വേണ്ടിയുള്ള പദ്ധതിയാണ് പരിണയം എന്ന് പറയുന്നത്. അപ്പൊ ഈ പരിണയം പദ്ധതിയും നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ 2 പദ്ധതികളും, നേരത്തെ നമ്മൾ ഏതാ പറഞ്ഞത്? മാംഗല്യ പദ്ധതികളും മാറിപ്പോവരുത്. ഓക്കെ, നമ്മൾ മാംഗല്യ പരിണയം കണ്ട കല്യാണം അല്ലേ എന്ന് പറഞ്ഞിട്ട് എടുത്ത് എഴുതരുത്. ഇത് ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കനൽ പദ്ധതി പറഞ്ഞാൽ എന്താണ്? കനൽ പദ്ധതി പറഞ്ഞാൽ കലാലയങ്ങളിൽ യുവതലമുറയുടെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശു വികസന വകുപ്പ് സംസ്ഥാന തലത്തിൽ 2021 ജൂലൈ അവതരിപ്പിച്ച ജെൻഡർ സെൻസിറ്റൈസേഷൻ പദ്ധതിയാണ് കനൽ എന്ന് പറയുന്നത്. സ്വാശ്രയ പദ്ധതി തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേടുന്നവരെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാനുള്ള ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് എന്ത് പദ്ധതി? സ്വാശ്രയ പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ മാർജിൻ മണി ഗ്രാന്റ് പറയുന്നത് എന്താണ്? സംരംഭക മേഖലയിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യവസായ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാർജിൻ മണി ഗ്രാന്റ് പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? അമ്മയും കുഞ്ഞും പദ്ധതി. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യ സംരക്ഷണത്തിനായുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് അമ്മയും കുഞ്ഞും പദ്ധതി എന്ന് പറയുന്നത്. അതിനെന്താ പറയാ? ജനനി ശിശു സുരക്ഷാ കാര്യക്രം എന്നും പറയുന്നു. അപ്പൊ നമ്മൾ ഇതൊക്കെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ. ഇനി നമുക്ക് എന്ത് പദ്ധതി നോക്കാം? കുട്ടികൾക്കായുള്ള വികസന പദ്ധതി നോക്കാം. ആദ്യം ഇത് പറഞ്ഞു പോകുക. എന്താണ് കുട്ടികൾക്കായുള്ള വികസന പദ്ധതികൾ പറയുന്നത്? ഒന്ന് ICDS, അതായത് സംയോജിത ശിശു വികസന പരിപാടി. അംഗനവാടി മുഖേന എന്ത് കിട്ടുന്നതാണ്? അമൃതം പൊടി കിട്ടുന്നതാണ്. രണ്ടാമത് രാഷ്ട്രീയ ബാല്യ സ്വാസ്ഥ്യ കാര്യക്രം, ശരണബാല്യം, സ്നേഹപൂർവം, മിഷൻ ഇന്ദ്രധനുസ്, താലോലം, ബാലസൗഹൃദ കേരള പദ്ധതി, കാവൽ പദ്ധതി, കാവൽ പ്ലസ് പദ്ധതി, ഹൃദയം പദ്ധതി, ബാലമുകുളം പദ്ധതി, ധ്വനി പദ്ധതി, ശ്രുതി തരംഗം പദ്ധതി, ന്യൂബോൺ സ്ക്രീനിംഗ്, ഓപ്പറേഷൻ വാത്സല്യ, ഓപ്പറേഷൻ P100, ക്ലിഡ് ക്ലോവ്, മിഠായി, കനൽ പദ്ധതി, ക്യാൻസർ സുരക്ഷാ പദ്ധതി, ശ്രുതി തരംഗം പദ്ധതി, താലോലം പദ്ധതി, സ്നേഹപൂർവം പദ്ധതി, ആരോഗ്യ കിരണം, ജനനി സുരക്ഷാ യോജന, വിദ്യ സമുന്നതി എന്നിവയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതി. ഇത് നമ്മൾ കുട്ടികളുടെ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ, ബാലാവകാശ കമ്മീഷനെ പറഞ്ഞപ്പോൾ ഇതെല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് എക്സാം എന്ന നിലയിൽ ഒന്നുകൂടെ വളരെ ചെറുതായി മാത്രം പറഞ്ഞു പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു കുട്ടികളുടെ പദ്ധതി ICDS എന്നാണ്. അംഗനവാടി വഴിയുള്ള പോഷകാഹാരത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ICDS എന്ന് പറഞ്ഞു. രാഷ്ട്രീയ ബാല സ്വാസ്ഥ്യ കാര്യക്രമം എന്താണ്? വിദ്യാലയ ആരോഗ്യ പദ്ധതിയുടെ വിപുലീകരിച്ച രൂപത്തിനാണ് രാഷ്ട്രീയ ബാല സ്വാസ്ഥ്യക്രം എന്ന് പറയുന്നത്. ഈ അസുഖങ്ങളുള്ള ജനിതകമായ വൈകല്യങ്ങളോ രോഗങ്ങളോ ഉള്ള കുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി 2013 ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്?
രാഷ്ട്രീയ ബാല്യ സ്വാസ്ഥ്യ കാര്യക്രമം പറയണം. ഇതിനുള്ള വൈകല്യങ്ങളൊക്കെ പ്രത്യേകം എന്തൊക്കെയാണ് എന്ന് ഞാൻ ഇതിനു മുമ്പ് ബാലാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയമുണ്ടെങ്കിൽ അത് കേട്ടിട്ട് പോകുക. മിഷൻ ഇന്ദ്രധനുസ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുസ് എന്ന് പറയുന്നത്. താലോലം പദ്ധതി എന്നാണ് പറയുന്നത്. 8 വയസ്സിന് താഴെയുള്ള പ്രായമുള്ള കുട്ടികൾക്കുണ്ടാകുന്ന ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗം, സെറിബ്രൽ പാൾസി, ഓസി, അസ്ഥിവൈകല്യം, ഓട്ടിസം, അസ്ഥിവൈകല്യം, എൻഡോസൾഫാൻ ഇങ്ങനെയുള്ള രോഗബാധിതരുടെയൊക്കെ ചികിത്സാ ചെലവ് വഹിക്കുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി എന്ന് പറയുന്നത്. ശരണബാല്യം പറഞ്ഞാൽ 2017 കേരള സർക്കാർ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ഈ പദ്ധതി 2018 നടപ്പിലാക്കിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളുടെ ചൂഷണം തടയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ശരണബാല്യം എന്ന് പറയുന്നത്. ബാലസൗഹൃദം കേരളം പദ്ധതിയോ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് ഈ പദ്ധതി. ഇതിന്റെ അംബാസിഡർ എന്ന് പറയുന്നത് ഗോപിനാഥ് മുതുകാടാണ്. കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും അവകാശ നിഷേധങ്ങൾക്കും തടയിടാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ബാലസൗഹൃദം കേരളം പദ്ധതി എന്ന് പറയുന്നത്. കാവൽ പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇതെന്താണ് പറയുന്നത്? നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളുടെ ശാരീരികവും മാനസികവും സാമൂഹികമായ സുസ്ഥിരത ഉറപ്പാക്കാൻ കുട്ടികളുമായി സാമൂഹികമായി പുനഃസംയോജിപ്പിക്കപ്പെടുന്നതിനും സംസ്ഥാന ശിശു വികസന വകുപ്പ് ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണിത്. കാവൽ പ്ലസ് പദ്ധതി എന്ന് പറയുന്നത് ഇതും വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി തന്നെയാണ്. ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീവ്രമായ പ്രശ്നം നേരിടുന്ന കുട്ടികൾ, ശ്രദ്ധ വേണ്ട കുട്ടികൾ, അവർക്കൊക്കെ മാനസിക പിന്തുണ നൽകിയിട്ട് സമൂഹ ജീവിതം നയിക്കാൻ അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കാവൽ പ്ലസ് പദ്ധതി എന്ന് പറയുന്നത്. സ്നേഹപൂർവം പറഞ്ഞ ആ പേരിലേ ഉണ്ട്. അതായത് ഈ മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടിട്ട് ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന കുട്ടികൾക്ക് അവരെ സംരക്ഷിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയിൽ അമ്മയും അച്ഛനും ഇല്ല, അവരെ സംരക്ഷിക്കാൻ വയ്യ എന്ന് തോന്നുമ്പോൾ എന്താണ്, അവരെ നോക്കുന്നവർക്ക് എന്ത് നൽകുക? ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത് പദ്ധതി എന്ന് പറയുന്നത്? സ്നേഹപൂർവം പദ്ധതി എന്ന് പറയുന്നത്. സ്നേഹപൂർവം പദ്ധതി എന്ന് പറയുന്നത്. ഇനി ന്യൂ ബോൺ സ്ക്രീനിങ് പറഞ്ഞാൽ എന്താണ്? ഈ ജനിച്ച ഉടനെ കുട്ടികളുടെ ജനിത രോഗങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതിയാണ് ന്യൂ ബോൺ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഹൃദ്യം എന്ന് പറഞ്ഞാൽ ഈ 18 വയസ്സ് കുട്ടികളുടെ പദ്ധതി പറഞ്ഞു. കുട്ടികൾ പറയുന്നത് ഏതാണ്? 18 വയസ്സ് വരെയുള്ള ആൾക്കാരെയാണ് കുട്ടികൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ? അങ്ങനെയുള്ളവരുടെ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. ഓപ്പറേഷൻ വാത്സല്യ പറഞ്ഞാൽ എന്താണ്? ഈ കാണാതായ കുട്ടികളിനൊക്കെ കണ്ടെത്തി കൊടുക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷൻ പി ഹണ്ട് ശ്രദ്ധിക്കുക. പി ഹണ്ട് പറഞ്ഞാൽ അശ്ലീല വീഡിയോ, കുട്ടികളുടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണിത്. ക്ലിഡ് ക്ലോവ് പറഞ്ഞാൽ കുട്ടികളെ സൈബർ ഭീഷണിയിൽ നിന്ന് സുരക്ഷിതമാക്കുന്നതിന് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണിത്. മിഠായി കുട്ടികളുടെ പദ്ധതിയാണ്. എന്തുകൊണ്ടാണ് മിഠായി എന്ന് പറഞ്ഞാൽ? മധുരമാണ്. പ്രമേഹം ടൈപ്പ് 1 പ്രമേഹം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി പദ്ധതി. ശ്രുതി തരംഗം സൗണ്ടുമായി ബന്ധപ്പെട്ടതാണെന്ന് വയ്ക്കുക. അപ്പോൾ ആരുടെയാണ്? 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി തുടർച്ചയായ ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനിലൂടെ സംസാരശേഷിയും ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ചികിത്സാ പദ്ധതിയാണ്. അപ്പോൾ ധ്വനി പറയുന്നത് എന്താണ്? ഈ ഇംപ്ലാന്റേഷൻ നടത്തിയ കുട്ടികളുടെ 25 വയസ്സ് വരെ എന്ത് നൽകുക? കോക്ലിയർ ഇംപ്ലാന്റേഷൻ ഉപകരണങ്ങൾ മെയിൻ്റനൻസ് ചെയ്തു കൊടുക്കുന്ന പദ്ധതിയാണ് ധ്വനി പദ്ധതി എന്ന് പറയുന്നത്. കാതോരം പറഞ്ഞാൽ ചെവിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ശ്രുതി തരംഗം, ധ്വനി, കാതോരം. ശ്രുതി തരംഗം കോക്ലിയർ ഇംപ്ലാന്റേഷൻ, ധ്വനി അതിൻ്റെ മെയിൻ്റനൻസ്. കാതോരം പറഞ്ഞാൽ എന്താണ്? ജനിച്ച ഉടനെ കേൾവി പരിശോധന നടത്തുന്ന പദ്ധതിയാണ് കാതോരം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ നിരീക്ഷണം പറഞ്ഞാൽ എന്താണ്? കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസ നിയമപ്രകാരമുള്ള വിദ്യാഭ്യാസം അവർക്ക് നൽകുന്നതാണ്. നിരീക്ഷണം അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയാനുള്ളതാണ്. യെസ് ടു ക്രിക്കറ്റ്, നോ ടു ഡ്രഗ്സ് പറഞ്ഞതാണ് കേരള പോലീസും ക്രിക്കറ്റ് അസോസിയേഷനും ചേർന്നിട്ട് എന്താണ് ഈ കുട്ടികളിലൊക്കെ ഈ എന്തിൽ നിന്ന് അവരെ തടയുന്നതാണ്? ഡ്രഗ്സിൽ നിന്ന് അവരെ തടയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഈ യെസ് ടു ക്രിക്കറ്റ്, നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഏതൊക്കെയാണ് വരുന്നത് പറഞ്ഞാൽ ആരോഗ്യ കിരണം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആരോഗ്യ കിരണം പദ്ധതി വരുന്നത് പറഞ്ഞാൽ. ക്യാൻസർ സുരക്ഷാ പദ്ധതി എന്നാണ്? 18 വയസ്സിന് താഴെയുള്ള ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതാണ്
ക്യാൻസർ ചികിത്സാ പദ്ധതി എന്ന് പറയുന്നത്. ശ്രുതി തരംഗം എന്ന് പറയുന്നത് എന്താണ്? ശ്രുതി തരംഗം ആണ് കേൾവിയുമായി ബന്ധപ്പെട്ടതാണ്. ആരുമായിട്ടുള്ളതാണ്? കുഞ്ഞുങ്ങൾക്ക് കേൾവിയുമായി കോക്ലിയർ ഇംപ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു. താലോലം പദ്ധതി എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്കുണ്ടാകുന്ന ഹൃദ്രോഗം, വൃക്കരോഗം, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥി വൈകല്യം, സിക്കിൾ സെൽ അനീമിയ അങ്ങനെയുള്ള വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് അവർക്ക് എന്താ ഇങ്ങനെയുള്ള രോഗങ്ങളുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുക എന്നതാണ് അതുമൂലം ഉദ്ദേശിക്കുന്നത്. അടുത്ത സ്നേഹപൂർവ്വം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അമ്മയും അച്ഛനും മരിച്ച കുട്ടികൾക്ക് നോക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കുട്ടികൾക്കുള്ള പദ്ധതി. അപ്പോൾ നമ്മളിപ്പോൾ സ്ത്രീകൾക്കുള്ള പദ്ധതി പറഞ്ഞു, കുട്ടികൾക്കുള്ള പദ്ധതി പറഞ്ഞു. ഇനി അതുപോലെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട്, ഭിന്നലിംഗക്കാർക്ക് വേണ്ടിയിട്ട്, അതുകൂടാതെയുള്ള മറ്റ് ഭവന പദ്ധതികൾ, പിന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആരോഗ്യ പദ്ധതികളുണ്ട്. പിന്നെ ഇന്ത്യയിലെ തൊഴിലുറപ്പ് പദ്ധതികൾ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, കേരളത്തിലെ പദ്ധതികൾ, ഇവയും കൂടിയാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ.